ഹലോ എവരിവൺ, നിങ്ങളുടെ ബേസിക് മാത്തമാറ്റിക്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, മാത്തമാറ്റിക്സിലെ ഫണ്ടമെൻറ്റൽസ് 100% ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് XandY ലേണിംഗ് പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ബേസിക് മാത്ത് കോഴ്സ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടാഗിൽ നോക്കിയേ, ഫോൾ ഇൻ ലവ് വിത്ത് മാത്ത് എന്നുള്ളതാണ്. മാത്തമാറ്റിക്സുമായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൻ്റെ കമൻറ്റുകളിലൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം സ്കൂളിൽ ഒരു വലിയൊരു ബ്രേക്ക് വന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കേണ്ട പല ഫണ്ടമെൻ്റൽ കാര്യങ്ങളും നമുക്കവിടെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ്സായതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളുടെ എക്സാമുകളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, കോൺസെപ്റ്റൊക്കെ അറിയാം, പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ പണ്ട് എന്നോ മിസ്സായ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ മാർക്ക് കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സോൾവ് ചെയ്യണം. മറ്റൊന്ന്, നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിലും, PSC എക്സാമുകൾ, SSC എക്സാമുകൾ, സിവിൽ സർവീസ് എക്സാമുകൾ, NTSE, NMMS ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ, ഏത് എക്സാം എടുക്കുകയാണെങ്കിലും അതിൽ ഫണ്ടമെൻ്റൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ, മാത്തമാറ്റിക്സിലെ ബേസിക് കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ അവിടെ ആൻസർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തായി പോകും, അവിടെ ബാക്കിലോട്ടായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് മാത്തമാറ്റിക്സിലെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവർ തമ്മിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മളവിടെ കവർ ചെയ്യും. അതിൻ്റെ പ്ലസ് വരുന്നത്, മൈനസ് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ കവർ ചെയ്യും. അടുത്തൊന്ന് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ആണ്. ഇപ്പോൾ എക്സ് സ്ക്വയറുകൾ, ക്യൂബുകൾ ഇങ്ങനെ വരുന്ന കേസ് വരുമ്പോൾ അതിൻ്റെ ലോകൾ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് അത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുക. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ്. ദെൻ HCF ആൻഡ് LCM, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും അവിടെ എന്തുണ്ടാവും, HCF LCM കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ക്ലിയർ ആയിട്ട് പറയും. പിന്നെ റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന GST, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ്, പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജും റേഷ്യോയും അവർ തമ്മിലുള്ള റിലേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഐഡിയാസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയും. ആൾജിബ്ര അല്ലെ, എക്സും വൈയും കാണുമ്പോൾ പേടിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ആൾജിബ്രയെ സ്മൂത്തായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുക, എക്സും വൈയും കാണുമ്പോൾ പേടിക്കാതെ തന്നെ അവരെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ബേസിക് ജോമെട്രി, നമ്മുടെ റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, സർക്കിൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെയാണ് ബേസിക് ജോമെട്രിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ ടോപ്പിക്കും ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. 6th, 7th, 8th, 9th പല ക്ലാസ്സുകളിലാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ആ ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു സിംഗിൾ കോഴ്സിലാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഒരു യുണീക്നെസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കോഴ്സ് നടക്കാൻ പോകുന്നത്? ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസ് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അതായത് ഓരോ ക്ലാസ്സുകളും റെക്കോർഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് 10 minutes, 7 minutes, 5 minutes ഒക്കെ വരുന്ന ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ബോറിംഗ് ഇല്ലാതെ പെട്ടെന്ന് ഓരോ ടോപ്പിക്കുകളൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മാത്രം ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യണമെങ്കിൽ ആ ലോങ് വീഡിയോയിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ വീഡിയോസും ഷോർട്ട് വീഡിയോസാണ്. ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പോകാൻ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റിഫ്രഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആയാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വീഡിയോസ്, ഓരോ ടോപ്പിക്കും നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്നത് ആ വീഡിയോയിൽ എന്താണോ ക്ലാസ് എടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ സെയിം പോയിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ റെഡി ആണോ അല്ലേ, റെഡി അല്ലെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് 1-2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, അറൗണ്ട് 300+ ആപ്പ് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അതായത് നമ്മുടെ ആപ്പിൽ ഇതുപോലെ വീഡിയോസിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എത്ര എണ്ണം ഉണ്ട്, 300+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് പുറമെ അഡീഷണലി 500+ ക്വസ്റ്റ്യൻസ് വരുന്ന വർക്ക്ഷീറ്റുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഓരോ ടോപ്പിക്കിലും വരുന്ന വർക്ക്ഷീറ്റുകൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 500+ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇൻ ടോട്ടൽ അറൗണ്ട് 1000 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ. നിങ്ങൾ ആലോചിക്കുക, ഒരു ടോപ്പിക്കിൽ 1000 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾ ഒബ്വിയസ്ലി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും അല്ലേ. അത് നിങ്ങൾ ഓരോ ആളുകളെയും എക്സ്പേർട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെയും ഒരു എയിം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും ഓരോ വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെയും റിലേറ്റ് ചെയ്തിട്ടുള്ള. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന തന്നെ, കോഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റിലാണ്. കോഴ്സിന്
ലീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ ആയിരിക്കും. ഇങ്ങനെ ഡിഫറൻറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മളൊരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് വീഡിയോസിന് പകരം വീഡിയോസ്, ക്വസ്റ്റ്യൻസ്, അതിൽ ഇൻട്രാക്ഷൻസ് കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോം ആയിക്കൊണ്ട് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ദെൻ ആനിമേഷൻസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്. പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാളും സുഖം എന്തായിരിക്കും? ജസ്റ്റ് ഒരു ആനിമേഷൻ കാണിക്കുന്ന, ഒരു ഇല്ലസ്ട്രേഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആനിമേഷൻസും ഇല്ലസ്ട്രേഷൻസും നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിനൊക്കെ ജസ്റ്റ് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ടിപ്സും ട്രിക്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ എക്സാമുകൾക്കും ക്ലാസ്സുകൾക്കൊക്കെ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും നമ്മൾ മാക്സിമം അക്യുറേറ്റ് ആക്കാനും വേണ്ടിയിട്ട് എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്? ഇവിടുത്തെ ടീച്ചേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒന്ന് അജ്മൽ സാറാണ്. അജ്മൽ സാർ IIT മദ്രാസിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ അജ്മൽ സാർ ആയിരിക്കും ഒരു ഫാക്കൽറ്റി നമ്മുടെ. അതേപോലെ തന്നെ ലതിത മാം ഉണ്ട്. ലതിത മാമും IIT മദ്രാസിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ലതിത മാം നമ്മുടെ മാത്ത് ഫാക്കൽറ്റിയും അതേപോലെ തന്നെ ബേസിക് മാത്തിലെ ഒരു പോർഷൻ ഡീൽ ചെയ്യുന്നു. ആരായിരിക്കും? ലതിത മാം ആയിരിക്കും. പിന്നെ എൻ്റെ പേര് അസീം എന്നാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൊരു പോർഷന് ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ NIT കാലിക്കറ്റിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 3 ആളുകളായിരിക്കും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നതും. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളും, നിങ്ങൾക്ക് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡൗട്ടുകൾക്ക് ആൻസർ ചെയ്യുന്നത് ആരായിരിക്കും? ഞങ്ങളായിരിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോഴ്സിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ കോഴ്സിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു കോഴ്സ് പ്രോപ്പറായിട്ട് കാണുന്ന ഒരാൾ ഒരു 1 ഡേ 1 ഹവർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് 10 ഡേയ്സ് കൊണ്ട് ഈ കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പെർ ഡേ 1 ഹവർ ചെയ്യുകയാണെങ്കിൽ 10 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ ഡേയ്സിലും ചിലപ്പോൾ ഇതുപോലെ 1 ഹവർ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടോട്ടൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 1 മന്താണ്. ഓക്കെ, നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ നെക്സ്റ്റ് 1 മന്തിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അസസ് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും വീഡിയോസ് കാണാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ആ വർക്ക്ഷീറ്റുകളുടെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ എല്ലാ സർവീസുകളും 1 മന്ത് ഡ്യൂറേഷനിലോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ഒരു കോഴ്സിൻ്റെ എൻഡിൽ, ഓക്കെ, ഈ ഒരു കോഴ്സിൻ്റെ എൻഡിൽ നമ്മളൊരു മെഗാ ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ അറ്റൻഡ് ചെയ്ത കംപ്ലീറ്റ് ആളുകളെ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു XandY മാത്ത് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം. ആ എക്സാമിൽ ടോപ്പിൽ വരുന്ന 200 സ്റ്റുഡൻസിന്, ഓക്കെ, ആ ഒരു എക്സാമിൻ്റെ ടോപ്പിൽ വരുന്ന 200 സ്റ്റുഡൻസിന് നമ്മളൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വെക്കുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ നമ്മുടെ പല മേഖലകളിലും ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് ആ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതാണ്. അത് നമ്മൾ സർപ്രൈസ് ആക്കി വെച്ചതാണ് നമ്മുടെ ഒരു ഇവൻറ്റ്. പക്ഷേ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞ ആളുകളെ, അതേപോലെ തന്നെ ISR ഒരു സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ, സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തിട്ട് IAS ക്വാളിഫൈ ചെയ്ത ആളുകളെ, അതുപോലെ തന്നെ IITകളിൽ നിന്നും NITകളിൽ നിന്നും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ, എയിംസിൽ നിന്ന് ഡോക്ടേഴ്സായി ഇറങ്ങിയിട്ടുള്ള ആളുകളെ, ഇങ്ങനെയുള്ള ആളുകൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ് നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ് സീരീസിൽ പ്ലാൻ ചെയ്യുന്നത്. അത് ആർക്കായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി? ഫസ്റ്റ് വരുന്ന 200 ആളുകൾക്ക്, ഈ ഒരു എക്സാമിൽ ഫസ്റ്റ് വരുന്ന 200 ആളുകൾ അല്ല, അപ്പോൾ അതൊരു വലിയൊരു നമ്പറാണ് 200. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്യരുത്. ആ 200 ആളുകളിൽ നിങ്ങൾ ഓരോ ആളുകളും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി ആ 200 ആളുകളിൽ നിന്ന് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് സ്കീമും കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നതാണ്? അറിയിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കോഴ്സിൻ്റെ ഫീ എന്താണ്? ഓക്കെ, നമ്മൾ 1,999 ആണ് ഈ ഒരു കോഴ്സിൻ്റെ ഒറിജിനൽ ഫീ. പക്ഷേ ഇപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ 999 രൂപീസ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് 1000 രൂപീസേ ഉള്ളൂ. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ഷർട്ടോ അല്ലെങ്കിൽ പാൻസോ വാങ്ങുകയാണെങ്കിൽ വരുന്ന ക്യാഷേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത്ര പോലും ഇല്ല ജസ്റ്റ് ആക്ച്വലി. അപ്പോൾ 1000 രൂപീസിന് അല്ലെങ്കിൽ 999 രൂപീസിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. പെർ പേഴ്സൺ ഒരു സ്റ്റുഡൻറ്റിന് അത്രയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കംപ്ലീറ്റ് സർവീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സിന്. ഇനി നിങ്ങളൊരു ടീം ഓഫ് 3 ആയിട്ട് വരികയാണെങ്കിൽ, നിങ്ങൾ വേറെ 2 ഫ്രണ്ട്സിനെയും കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഒരാൾക്ക് 799 രൂപീസ്, അതായത് അറൗണ്ട് 800 രൂപീസാണ് ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ 999 രൂപീസിന് പെർ പേഴ്സൺ നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാം.
ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടീം ഓഫ് 3 ആയിട്ട് വരികയാണെങ്കിൽ ഓരോ ആളുകൾക്കും 799 rupees ആയിരിക്കും കോഴ്സിൻ്റെ ഫീ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ ചില സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ ഒരു ബാച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വേറെ സ്പെഷ്യൽ ഓഫേഴ്സും സ്പെഷ്യൽ സ്കീമുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ കോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്കതിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇതിൽ അഡീഷണലി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. അപ്പോൾ സ്കൂൾസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഈ കോഴ്സിലോട്ട് കോൺടാക്ട് ചെയ്യാൻ ഈ ഒരു നമ്പറിൽ 7561881133 എന്ന് പറയുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ബേസിക് മാത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും, എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു തരും, ആപ്പിലോട്ട് കയറാനുള്ള യൂസർ നെയിം പാസ്വേഡും എല്ലാം എന്ത് ചെയ്യും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 7909113368. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ ജസ്റ്റ് കോളോ അല്ലെങ്കിൽ വാട്സപ്പോ വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി കോഴ്സിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതേ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്. അതായത് ഇനി ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അറിയാതെ, ബേസിക് കാര്യങ്ങൾ അറിയാതെ ഒരു മാർക്ക് പോലും നമ്മളിൽ നിന്ന് മിസ്സാവില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് പഠിക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരും. ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കോഴ്സോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്ലാരിഫിക്കേഷൻ വരുത്താൻ പോവാണ്. ഇത് കാരണം ഇനി നമുക്കൊരു മാർക്ക് മിസ്സാവില്ല, ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതായിരിക്കണം എല്ലാ എക്സാമുകളുടെയും നമ്മുടെ എയിം. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും സ്കോളർഷിപ്പ് എക്സാം ആണെങ്കിലും ബെസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കോഴ്സിൽ കാണാമെന്നുള്ള എക്സ്പെക്ടേഷനിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് എവരി വൺ, താങ്ക്സ് ഫോർ ജോയിനിങ്.